പഴയ കാലമൊക്കെ മാറി, ഇത് കേരളമാണ്, ഇവിടെ BJPക്ക് സ്ഥാനമില്ല എന്ന് ഇടതുപക്ഷ ആഹ്വാനമൊക്കെ പഴങ്കഥയായി മാറി. ക്രിസ്ത്യാനിയും മതേതര ഹിന്ദുക്കളും BJPയോടൊപ്പം നിൽക്കില്ല എന്ന കണക്കുകൂട്ടലുകളൊക്കെ പിഴച്ചു. തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടിയതിന്റെ പേരിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളെയും ഈഴവ സമുദായത്തെയും ചീത്ത വിളിക്കുകയും ഭീഷണി മുഴക്കുകയും ചെയ്യുന്ന പാർട്ടി സെക്രട്ടറിയാണ് CPMനുള്ളത്. ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ സമസ്തയുടെ മറ്റൊരു നാവായി CPM സംസ്ഥാന സെക്രട്ടറി മാറി. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം എന്തുകൊണ്ട് തോറ്റു എന്നത് ആളില്ലാ പാർട്ടിയായ CPI വരെ കൃത്യമായി പറഞ്ഞു. എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ ഈഴവ വോട്ടുകൾ BJPയിലേക്ക് ഒഴുകുന്നത് എന്നത് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകും. CPMനെ പൂർണ്ണമായും ഇസ്ലാമിസ്റ്റുകൾ വിഴുങ്ങി എന്നത് പാർട്ടി സെക്രട്ടറി മനസ്സിലാക്കാത്തതാണോ അതോ മനസ്സിലായിട്ടും പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ എന്നാണ് പലരും ഇപ്പോൾ ചോദിക്കുന്നത്. അല്ലാഹു അക്ബർ വിളികളോടെ സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന, കുഞ്ഞുങ്ങളെ കഴുത്തറുത്തു കൊല്ലുന്ന ആഗോള ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് പരസ്യ പിന്തുണ കൊടുത്ത് കേരളത്തിൽ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിക്കുന്ന CPMനെ ഇവിടുത്തെ ജനങ്ങൾ ഇനിയും വിശ്വസിക്കുമെന്നാണോ കരുതിയത്? പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ മുസ്ലിം രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യ പൗരത്വം കൊടുക്കണം എന്ന് പറഞ്ഞ് കേരളത്തിലെ തെരുവുകളിൽ കലാപസമാനമായ കോപ്രായങ്ങൾ കാണിച്ച CPMനെ മതേതര രാഷ്ട്രീയ പാർട്ടിയായി ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഇനിയും കാണുമെന്ന് കരുതിയോ? വിവിധ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് വന്ന അഭയാർത്ഥികൾക്ക് ഇടം നൽകിയ യൂറോപ്പ് ഇപ്പോൾ അനുഭവിക്കുന്നത് പോലത്തെ സാഹചര്യം ഇന്ത്യയിൽ സൃഷ്ടിക്കുകയായിരുന്നു CPMന്റെ ലക്ഷ്യമെന്ന് ആർക്കാണ് അറിയാത്തത്? കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്തുകൊണ്ട് BJPയിൽ അടുക്കുന്നു എന്നതിന്റെ കാരണം പകൽ പോലെ വ്യക്തമായിട്ടും അത് ചർച്ച പോലും ചെയ്യാൻ നട്ടെല്ലില്ലാതെ ക്രിസ്ത്യൻ സമൂഹത്തെയും ഈഴവ സമുദായ അംഗങ്ങളെയും ഭീഷണിപ്പെടുത്തി കൂടി നിർത്താനാണ് CPM എന്ന ഇസ്ലാമിക ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാർട്ടിയുടെ ശ്രമം. CPMന്റെ അണികൾ പോലും BJPക്ക് വോട്ട് ചെയ്യുന്നു എങ്കിൽ അതിന്റെ കാരണം അവർ പാർട്ടിയിൽ നേരിടുന്ന വിവേചനവും പാർട്ടിയെ പൂർണ്ണമായി ഇസ്ലാമിസ്റ്റുകൾ വിഴുങ്ങിയതിനോടുള്ള പ്രതിഷേധവുമാണ്. നിങ്ങളുടെ സ്ഥിരം ഭീഷണി ഇനി വേവില്ല. സോഷ്യൽ മീഡിയ വന്നത് പാർട്ടിക്ക് തിരിച്ചടിയായി എന്ന് പാർട്ടി സെക്രട്ടറിമാർ തന്നെ പറയുന്നു. പഞ്ചായത്ത് പൈപ്പിൽ വെള്ളം വരാത്തതിന്റെ പിന്നിൽ അമേരിക്കയാണെന്ന് പാർട്ടി നേതാവ് പറഞ്ഞാൽ അത് വിശ്വസിച്ച് അമേരിക്ക തുലയട്ടെ എന്ന് പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ മുദ്രാവാക്യം വിളിക്കാൻ പണ്ട് 1000 പേരെ പാർട്ടിക്ക് കിട്ടുമായിരുന്നുവെങ്കിൽ ഇന്ന് 50 മണ്ടന്മാരെ പോലും കിട്ടാത്ത സാഹചര്യമാണ്. പാർട്ടി ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾ പോലും ഇപ്പോൾ ധൈര്യപൂർവ്വം പ്രതികരിക്കാൻ മുന്നോട്ട് വരുന്നു. കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകാൻ തുടങ്ങിയിട്ടും അത് മനസ്സിലാക്കാതെ ഇപ്പോഴും വിഡ്ഢിവേഷം കെട്ടുകയാണ് CPM. BJPക്ക് കേരളത്തിൽ വോട്ട് കൂടുന്നത് കേരളത്തിലെ BJPയുടെ പ്രവർത്തനം കൊണ്ടോ സംഘടനാ പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ടോ അല്ല, മറിച്ച് നരേന്ദ്രമോദിയുടെ പ്രവർത്തന മികവിനുള്ള ജനങ്ങളുടെ അംഗീകാരവും ഇസ്ലാമിക ഭീകരവാദത്തിന് CPMും കോൺഗ്രസും നൽകുന്ന പരസ്യ പിന്തുണയോടുള്ള സാധാരണ ജനങ്ങളുടെ പ്രതിഷേധവുമാണ്. കേരളത്തിൽ BJPയുടെ സംഘടനാ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുകയും ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുകയും ചെയ്താൽ CPM ബംഗാളിലെ പോലെ ത്രിപുരയിലെ പോലെ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ തകർന്നടിയും എന്ന് ഉറപ്പാണ്. കോൺഗ്രസിൽ നിന്ന് നേതാക്കന്മാർ BJPയിലേക്ക് എത്തുമ്പോൾ കളിയാക്കിച്ചിരിക്കുന്ന CPM ഒന്ന് മനസ്സിലാക്കിയാൽ നന്ന്. CPMൽ നിന്ന് BJPയിലേക്ക് ചേക്കേറുന്നത് അണികളാണ്. നേതാക്കന്മാർ പോകും പോലെ അല്ല അണികളുടെ പോക്ക്. ഞങ്ങളെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെയും ഈഴവ സമുദായത്തിന്റെ നേരെയും ഇസ്ലാമിസ്റ്റുകളുടെ നിയന്ത്രണത്തിലുള്ള CPM എല്ലാ രീതിയിലുള്ള ആക്രമണവും അഴിച്ചുവിടുന്നുണ്ട്. പക്ഷേ കാലം മാറി. ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നിങ്ങളുടെ ഇരട്ടത്താപ്പുകളും തീവ്രവാദ സംഘടനകളോടുള്ള വിധേയത്വവുമെല്ലാം ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. എല്ലാവരെയും എല്ലാ കാലത്തും മണ്ടന്മാരാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയാൽ നല്ലത്.